എന്തിനാ കുട്ടീനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? അതിന് കുറച്ച് പാല് കൊടുത്തൂടെ? പാലില്ലാഞ്ഞിട്ടായിരിക്കും. പാലൊന്നും കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ കരയുന്നത്. പാല് കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല കുഞ്ഞുങ്ങൾ കരയുന്നത്, ഇഷ്ടംപോലെ കാരണങ്ങൾ അതിന് വേറെയുണ്ട്. ഹലോ എവരിവൺ, നമസ്കാരം. ടു ഓൾ ഓഫ് യു, ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജനിച്ച മുതൽ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 3 months ഒക്കെ ഭയങ്കര കരച്ചിലായിരിക്കും. ചില കുട്ടികൾക്ക് അത് ഭയങ്കര കൂടുതലായിരിക്കും, ചില കുട്ടികൾക്ക് അത് അധികമൊന്നും ഉണ്ടാവില്ല, കാമായിരിക്കും. ചില കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കും. ആദ്യത്തെ ഒരു 3 മാസം, അല്ലെങ്കിൽ ചിലർ 6 മാസം വരെ കരയും. ചിലർ കമ്പാരിറ്റീവ്ലി കുറച്ച് കാമായിരിക്കും. മിക്കപ്പോഴും ഇങ്ങനെ കരയുന്ന സമയത്ത് വീട്ടുകാരൊക്കെ പറയുന്നത് പാല് കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാല് ശരിക്കും കൊടുക്കാത്തതുകൊണ്ടാണ്, അമ്മയ്ക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരങ്ങനെ കുറച്ച് കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ട് മാത്രമാണോ കുട്ടി കരയുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ ബേബി ഇങ്ങനെ കുറച്ച് കരച്ചിൽ കൂടുതലുള്ള കൂട്ടത്തിലാണ്. രാത്രി മുഴുവൻ കരച്ചിൽ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും. ഈ ടൈമിലാണ് അവൾ കിടന്നുറങ്ങുന്നത്. ഒരു ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങും കരച്ചിൽ. കൃത്യം അങ്ങനെ 5 മണി എന്നല്ല, ഒരു രാത്രി ആകുമ്പോഴത്തേനും കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ് കരച്ചിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അമ്മയായും നമുക്കങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞ് കരുന്നത് ഒരമ്മയ്ക്കും അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. രാത്രി മിക്കപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല. കരച്ചിൽ എങ്ങനെ മാറ്റണം എന്നറിയില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിപ്പിൾ ക്രാക്കും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫീഡ് ചെയ്യാൻ ശരിക്കും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അന്ന് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 2 months കഴിഞ്ഞു. ഇപ്പോൾ 2 months ഒക്കെ ആയപ്പോഴത്തേനും ഞാനും കൂടെ പഠിച്ചു എന്തുകൊണ്ടായിരിക്കാം കരയുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്കറിയാം എന്നെപ്പോലെ പല അമ്മമാരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സോ ഇന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. എന്തായിരിക്കാം കാരണങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് അതിന് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് പാല് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ശരി, നമ്മൾ സമ്മതിച്ചു. പക്ഷെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ പാല് കൊടുക്കുന്നുണ്ട്. പാല് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടും കുഞ്ഞ് കരയാണ്, അല്ലെങ്കിൽ പാല് കൊടുക്കുന്നതിനിടയ്ക്ക് ഇപ്പം ബ്രസ്റ്റ് വിട്ടിട്ട് കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും വിശക്കുന്നതുകൊണ്ടല്ല കരയുന്നത്. രണ്ടാമത്തെ കാര്യം ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, കുഞ്ഞിന് തണുക്കുമ്പോൾ കുഞ്ഞ് കരയും. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി നന്നായിട്ട് കുഞ്ഞിനെ പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. തലയൊക്കെ നല്ലപോലെ ഒരു തൊപ്പിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ബ്ലാങ്കറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് മുഖത്തേക്കൊക്കെ വീണ് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ തല വിറക്കം കവർ ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ പൊതിഞ്ഞു വെക്കാൻ പറ്റും, സാഡിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ബേബിനെ പിടിക്കുക, അല്ലെങ്കിൽ ഒരിടത്ത് കിടത്തുക. അതല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അത് മേടിച്ചിട്ട് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബ്ലാങ്കറ്റിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ സ്ലീപ്പിംഗ് ബാഗാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിടിക്കാനും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ അതാണ്. അതാകുമ്പോൾ അവിടെ ഇരുന്നോളും, ബ്ലാങ്കറ്റ് പോലെ ഇങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞു പോകില്ല. മൂന്നാമത്തെ കാര്യം, ഭയങ്കര ചൂടെടുക്കുന്നുണ്ടെങ്കിലും കരയും. തണുപ്പ് മാത്രമല്ലല്ലോ. അപ്പോൾ ബേബിൻ്റെ വയറിൻ്റെ അവിടെ നമുക്ക് തൊട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ചൂടായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ തണുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൈയും കാലൊക്കെ ഭയങ്കര തണുത്ത് നീലിച്ചിരിക്കുകയാണ്, പിന്നെ വയറ് അതുപോലെ തൊടുമ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കവർ ചെയ്ത് കൊടുക്കുക. അതല്ല അവിടെ വയറൊക്കെ തൊടുമ്പോൾ ചൂടാണ് കാണുന്നതെങ്കിൽ നൈസായിട്ടുള്ള ക്ലോത്ത്സ് ഇട്ട് കൊടുക്കുക, കോട്ടൺ ക്ലോത്ത്സ് ഇട്ട് കൊടുക്കുക. ഒരുപാട് പൊതിഞ്ഞ് കെട്ടി ഒരുപാട് ലെയർ ഓഫ് ക്ലോത്തിങ് യൂസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേബി കോളിക്, ഗ്യാസാണ്. ഇതിനൊരു പ്രത്യേകത, കരയുമ്പോൾ കുട്ടികൾ ഈവനിങ് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ മുതലാണ് തുടങ്ങുന്നത് കരച്ചിൽ. ചില കുട്ടികൾ ത്രൂ ഔട്ട് കരയും. എൻ്റെ ബേബിയൊക്കെ ത്രൂ ഔട്ട് കരയും. നൈറ്റ് രാവിലെ വരെ കരയും. രാവിലെ അത് മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ്. ചില ദിവസം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ ആൾ ഉറങ്ങിപ്പോവും. പിന്നെ ഒരു 5:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മണിക്കൂറൊന്നും ഞാൻ കിടന്നുറങ്ങിയിട്ടേ ഇല്ല. പിന്നെ രാത്രികളിൽ ഇതുപോലെ പ്രശ്നം കോളിക്ക് വരുന്നതുകൊണ്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എഴുന്നേക്കും. അവിടെ കൊണ്ടുപോയി കിടത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഉണരും, ഇങ്ങനെ ഞെരുവിരി കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. കോളിക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത്, കുട്ടിക്ക് GERD ഉണ്ടെങ്കിൽ, ഈ റിഫ്ലക്സ്, ഗ്യാസ്ട്രോ യൂസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ അറിയാൻ തുടങ്ങി. പാല് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആസിഡിക് ആയിട്ടുള്ള നമ്മുടെ വയറ്റിലെ ഫ്ലൂയിഡൊക്കെ അങ്ങനെ തികട്ടി വരിക. ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആകെ ഇങ്ങനെ തികട്ടി വരുമ്പോൾ നമ്മൾ തന്നെ കാണിക്കാറില്ലേ, അതുപോലെ ഒരു ഭാവം കാണിക്കും. GERD ഉള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഒരു സ്പിറ്റപ്പ് കൂടുതലായിരിക്കും, അവർ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ തോളത്ത് ഒന്ന് ബർപ്പ് ചെയ്യാനൊക്കെ തട്ടുന്ന സമയത്തൊക്കെ അവർ കൂടുതൽ ഛർദ്ദിക്കും. കുറേയൊക്കെ ഛർദ്ദിയൊക്കെ നോർമലൊക്കെയാണ്, അത് സാധാരണ. പക്ഷെ ഒരുപാട് ഛർദ്ദിക്കുന്നുണ്ട്. അതായത് ഒരു തവണ പാല് കുടിച്ച് ഉടനെ തന്നെ ഛർദ്ദിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ GERD ആവാനുള്ള സാധ്യത. ഇനി വേറൊരു ഡേഞ്ചറസ് ആയ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്
ഇൻറ്റൂസെസെപ്ഷൻ എന്ന് പറയും. വളരെ റെയർ ആണ്. ഇൻറ്റൂസെസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ അന്നനാളത്തിൽ ഇങ്ങനെ ഒരു മോഷൻ ഉണ്ട്. അങ്ങനെയാണ് ഈ ഫുഡ് താഴേക്ക് ഇങ്ങനെ പോകുന്നത്. കുടൽ ഇങ്ങനെ ഇളകുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ മുകളിലുള്ള ഈ വശം ഇങ്ങനെ ഉള്ളോട്ട് കയറിപ്പോവും. ഇങ്ങനെ കയറിപ്പോകുമ്പോൾ എന്ത് പറ്റും? അവിടുത്തെ ടിഷ്യൂ ഒക്കെ ചത്തുപോവും, ഡെഡായി പോവും. അവിടെ പെർഫറേഷൻ അത് തുളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷനാണ്. 2 വയസ്സിനുള്ളിലാണ് കാണുക. അത് ആൺകുട്ടികൾക്കാണ് ഇത് കൂടുതൽ കാണുന്നത്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണാനും സാധ്യതയുണ്ട്. നിർത്താതെ കരയുകയും അതിൻ്റെ കൂടെ അപ്പിയിടുന്ന സമയത്ത് റെഡ് കറന്റ് ജെല്ലി എന്ന് പറയും. അതായത് ഒരു ബ്ലഡൊക്കെ കലർന്ന ഒരു മലയാണ് പോവുക. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, അതായത് വിശന്നിട്ട് തന്നെയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പാൽ കൊടുത്ത് നോക്കുക. കുഞ്ഞ് ഒരു ദിവസത്തിൽ ഒരു 8-12 തവണ മൂത്രം ഒഴിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ മലം പോകുന്നുണ്ട്. പിന്നെ മുല കുടിച്ച ശേഷം നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. ഒരു 1-2 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും പാല് കുറഞ്ഞതുകൊണ്ടല്ല കുട്ടി കരയുന്നത്. ഈ പറഞ്ഞതൊന്നും കറക്റ്റ് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പാല് കുറവാണ്, അല്ലെങ്കിൽ പാല് കുട്ടിക്ക് കിട്ടുന്നില്ല, സക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെയാണ്. അപ്പോൾ പാല് കുറവാണെങ്കിൽ നിങ്ങൾ ഫോർമുല ഫീഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണം. ഈ കോളിക്കുള്ള ബേബീസിൻ്റെ കരച്ചിൽ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ടാസ്ക്കാണ്. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ആദ്യത്തെ 2 മാസം നല്ല വിഷമിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊതിഞ്ഞു വെക്കുക, സ്വാഡിൽ ചെയ്ത് വെക്കുക. പക്ഷെ ഭയങ്കര ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊതിയരുത് കേട്ടോ. പാല് കൊടുത്ത ശേഷം ബർപ്പ് ചെയ്യിക്കുക. ഇങ്ങനെ തോളത്ത് വെച്ച് ഇങ്ങനെ തട്ടുക. കുട്ടിയുടെ വയറ് ഭാഗം നമ്മുടെ തോളുമായിട്ട് വേണം കോണ്ടാക്ട് വരാൻ. എന്നിട്ട് കുറച്ചിങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ബർപ്പ് ചെയ്യിക്കാൻ അറിയില്ലായിരുന്നു, കാരണം സൗണ്ടൊന്നും വരില്ല. അപ്പം ആ ടെക്നിക്ക് തെറ്റായിരുന്നു. കറക്റ്റായിട്ട് ബർപ്പ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം ബർപ്പ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, നല്ല ഏമ്പക്കം വിടും. ഇങ്ങനെ വേണേൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഈ കാലിൽ ഇവിടെ കുട്ടീൻ്റെ വയറ് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് തല കഴുത്തും ഇങ്ങനെ നമ്മുടെ ഈ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളിപ്പോൾ നല്ലപോലെ പൊതിഞ്ഞ് വെച്ചിട്ടും ബർപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ടും കുഞ്ഞു കരയും. അപ്പോൾ എന്ത് ചെയ്യണം? കുട്ടീനെ ഇങ്ങനെ എടുത്ത് അപ്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ജെർക്കിങ് മോഷൻ കൂടെ കൊടുക്കുക. അങ്ങനെ ഒരു മോഷൻ കിട്ടുമ്പോൾ അതിനൊരു നല്ലൊരു ഇഫക്റ്റാണ്. അതുകൊണ്ട് ചിലപ്പോൾ കരച്ചിൽ നിർത്തും. പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം കരച്ചിൽ നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വർക്കായതാണ് കേട്ടോ ഞാൻ പറയുന്നത്. രാവിലെ കുട്ടി കരയാതിരിക്കുന്ന സമയത്ത്, കരയുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഈ ടമ്മി ഏരിയയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. കാരണം അന്നേരം വയറൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻസായിരിക്കും. അപ്പോൾ അത് രാവിലെ നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന സമയത്ത് ആ ടൈമിൽ കുറച്ച് നേരം വയറിൻ്റെ അവിടെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിന് കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങളുടെ ബേബിയാണെന്ന് നിങ്ങൾ തൽക്കാലം വിചാരിക്കുക. അതിൽ ഫസ്റ്റ് മെത്തേഡ്, ബേബീൻ്റെ ഈ നെഞ്ചിൻ്റെ താഴെ കൈ ഇങ്ങനെ വെച്ച് താഴേക്ക് പതുക്കെ സ്ലൈഡ് ചെയ്യുക. ടമ്മി ഏരിയ കൂടെ ആദ്യത്തെ കൈ താഴെ എത്തുമ്പം രണ്ടാമത്തെ കൈ മുകളിൽ നിന്ന് തുടങ്ങുക, താഴത്തേക്ക് സ്ലൈഡ് ചെയ്യുക. ആ താഴ്ത്തുമ്പോൾ അടുത്ത് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു വീൽ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ബേബി ഇതാണെങ്കിൽ ബേബീൻ്റെ ചെസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇങ്ങനെ വെക്കുക. നേരെ നിൽക്കൂ ബേബി. ഇങ്ങനെ അടുത്ത കൈ ഒരു കൈ താഴ്ത്തുമ്പോൾ അടുത്തത്. അങ്ങനെ രണ്ടാമത്തെ മെത്തേഡ്, കുട്ടിയുടെ വയറ്റിൻ്റെ അവിടെ നമ്മളിങ്ങനെ ILU എന്നുള്ള രീതിയിൽ, ഐ ലവ് യു എന്ന് ഓർക്കുക, ആ രീതിയിൽ നമ്മൾ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ സൈഡിൽ താഴത്തേക്ക് ഐ, അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി റൈറ്റ് സൈഡിൽ തുടങ്ങി ലെഫ്റ്റ് സൈഡിൻ്റെ പോയി താഴേക്ക്, പിന്നെ യു, ഇങ്ങനെ. അതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ഇങ്ങനെ നിവർത്താൻ അതിൽ കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മടക്കി നിവർത്തും അങ്ങനെ കുറച്ചൊരു 10 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് മസാജിങ് ടെക്നിക്സ്. ഇത് ഓർക്കേണ്ടത്, ഇത് കരയുന്ന സമയത്ത് ചെയ്യരുത്. അത് ചെയ്യുകയാണെങ്കിൽ കുട്ടി കരയാതെ ശാന്തനായിരിക്കുന്ന സമയത്ത് രാവിലെയൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ കാരണങ്ങളൊന്നും കൂടാതെ ഇപ്പോൾ കുഞ്ഞിനൊരു ജലദോഷമോ ചുമയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് കരച്ചിലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും കുഞ്ഞ് കരയാം, അതും ആവാൻ കാരണം.
അതുകൊണ്ട് കുഞ്ഞ് കരയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കണം. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ GRD ഇതുപോലെ പുളിച്ചത് കെട്ടുന്നതാണ് പ്രശ്നമെങ്കിൽ അതിന് മരുന്ന് കൊടുക്കണം, എങ്കിലേ അത് മാറുള്ളൂ. അതുപോലെ ഇൻറ്റർസെപ്ഷനൊക്കെ ആണെങ്കിൽ അത് സർജിക്കലിയൊക്കെ മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതായത് സർജറിയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോഴെല്ലാം ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് കുഞ്ഞ് കരയുന്നതിൻ്റെ കാരണങ്ങൾ. എൻ്റെ കുഞ്ഞ് കരഞ്ഞു തുടങ്ങി. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. കരയല്ലേ, രക്ഷയില്ല. ഇതാ വരുന്ന. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് നിങ്ങൾ പറയുക, താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കത് പിന്നെ വീഡിയോ ആയി ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇതാ വൈൻഡപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ് സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.